മോർണിംഗ് റിപ്പോർട്ടറിലെ ഇന്നത്തെ അതിഥി മെല്ലെ എന്ന സിനിമയിലെ നായിക തനുജയിലേക്ക് പോകുന്നതിന് മുൻപ് ടീസർ കാണാം. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ പറയാറ്. ഭൂമിയിലൊരു സ്വർഗമാണ് ഇവിടെ. ഈ കാറ്റിനെയും മലകളെയും ഈ പ്രഭാതത്തിനെയും സാക്ഷിയാക്കി ഞാൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നേ. ഇനി ഇവിടെ നിൽക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. കൂടി വന്നാൽ അമേരിക്ക വരെ ഒന്ന് പോണ്ടി വരും. അവനങ്ങ് പൊക്കിക്കൊണ്ട് വരും. ഇനി എന്തെന്നും ഏതെന്നും എനിക്കറിയില്ല. ഈ കാറ്റിൽ അലിഞ്ഞില്ലാതായെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവുക. തനുജ കഴിഞ്ഞ ദിവസം സിനിമയുടെ സംവിധായകൻ ബിനു ഉലഹന്നാൻ മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായിത്തീരുന്നു. അപ്പോൾ ബിനു പറഞ്ഞൊരു കാര്യം, ഏതാണ്ട് 5 വർഷത്തെ ഒരു പ്രയത്നമാണ് ഈ സിനിമ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും ഒരു കൂട്ടായ്മയുടെയും വലിയ പ്രയത്നമാണ് ഈ ഒരു ചെറിയ സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് തനുജ ഈ മെല്ലെ എന്ന സിനിമയിലേക്ക് വരുന്നത്? അതെ, ബെനിസർ പറഞ്ഞത് ശരിയാണ്. ഇപ്പം 5 വർഷമായിട്ട് സാറ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ് മെല്ലെ. അപ്പം മെല്ലയിലേക്ക് ഞാൻ വന്നത് ഒരു ചെറിയ ഡബ് സ്മാഷ് വരെയാണ്. എൻ്റെയും അമിത് ചക്കാലിക്കലും ഒരു മ്യൂച്വൽ ഫ്രണ്ട് എൻ്റെ ഒരു ഡബ് സ്മാഷ് അമിതേട്ടന് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു ഓഡീഷൻ വെച്ച് അങ്ങനെയാണ് ഞാൻ മെല്ലയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അതായത് ഓർക്കാപ്പുറത്ത് കയറി വന്നതാണ് സിനിമയിലേക്ക് അല്ലേ, ഒരു ഡബ് സ്മാഷ് വഴി? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ ഞാൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, മെല്ലേക്ക് മുന്നേ, ഇവിടെ നഗരത്തിൽ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് മെല്ലെ കിട്ടുന്നത്. എവിടെ വെച്ചായിരുന്നു ആ ഡാൻസ്? എന്ത് പശ്ചാത്തലത്തിലായിരുന്നു അത്? അത് ആക്ച്വലി ദുബായിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈക്ക് ആ ഒരു ഡബ് സ്മാഷും കാര്യങ്ങളും, ഡബ് സ്മാഷാണ് അയച്ചു കൊടുത്തത്. അപ്പം അത് അമിതേട്ടന് കിട്ടുകയും അത് ബിനു സാറിന് അയച്ച് പിന്നെ ഞങ്ങൾ കൊച്ചിയിലേക്ക് വരെ ഉണ്ടായത്. കൊച്ചിയിലേക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിനെ വിളിച്ചു. അങ്ങനെ വന്ന് ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബിനു സാർ എനിക്കൊരു ബുക്ക് തന്നു, മെല്ലയുടെ ഒരു സ്ക്രിപ്റ്റ് ബുക്ക്. അപ്പം ആ ഒരു സ്ക്രിപ്റ്റ് ബുക്കാണ് ഇന്നൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് അമിതും തനുജയും തമ്മിൽ മുൻപ് പരിചയമുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പരിചയമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടായിരുന്നില്ല, പക്ഷെ അറിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ എന്നും ഡിമാൻഡാണ്. ഞാനന്ന് ഉലഹനാനോട് പറഞ്ഞത്, ബിനു ഉലഹനാനോട് പറഞ്ഞു കുറേ അധികം ഉദാഹരണങ്ങൾ, ചെമ്മീൻ മുതലുള്ള ചില സിനിമകളുടെ കാര്യം പറഞ്ഞു, ഫാസിലിൻ്റെ കാര്യം പറഞ്ഞു, പിന്നീട് നമ്മുടെ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ നമ്മൾ വിജയിച്ച ചിത്രങ്ങൾ ഉണ്ടാകുന്ന അത്ഭുതവും കൗതുകവും സന്തോഷവും ഒക്കെ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ നടന്മാർക്കും, സിനിമ നടന്മാർക്കും, നടികൾക്കും ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു രണ്ടാമത് കണ്ടപ്പോൾ ആ അത്ഭുതങ്ങളും ഈ പറഞ്ഞ വികാരങ്ങളുമൊക്കെ മാറ്റി, ആഹ്ലാദങ്ങളൊക്കെ മാറ്റി രണ്ടാമത് കണ്ടപ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയിലായിരിക്കും തനുജ ഈ സിനിമ കണ്ടത് എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ സിനിമ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ മോർണിംഗ് റിപ്പോർട്ടറിൽ ബിനു ഉലഹനാൻ സംവിധായകനൊപ്പം മ്യൂസിക് ഡയറക്ടറായുള്ള
വിജയ് ജേക്കബും വന്നിരുന്നു. അപ്പം ഇരുവരും പറഞ്ഞത് ഞങ്ങൾക്ക് കുറേ അധികം പ്രതീക്ഷയുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇതിനി പ്രേക്ഷകൻ്റെ കയ്യിലാണ്. വിജയും പറഞ്ഞതേ, ബിനുവും പറഞ്ഞതേ. കാരണം ഞങ്ങളൊരു 5 വർഷത്തെ പ്രയത്നം, ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു പ്രയത്നം, അതിൻ്റെ റിസൾട്ട് നൽകേണ്ടത് പ്രേക്ഷകരാണ്. ആ നിലയ്ക്ക് വിജയ് പങ്കുവെച്ചൊരു കാര്യമുണ്ട്, വിജയ് ജേക്കബ് പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ഈ മ്യൂസിക്കിനെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിയാണ് ആ പാട്ട് പാടിയേക്കുന്നത്, ഡൊണാൾഡാണ് മറ്റൊരു മ്യൂസിക് ഡയറക്ടർ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വിജയ് പറഞ്ഞൊരു കാര്യം, ഈ പാട്ടിനെക്കുറിച്ച് വിജയ് കുറേ അധികം സംസാരിച്ചിരുന്നു. ഒരു പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ പാട്ടിൻ്റെ മനോഹാരിതയൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് വിജയ് ജേക്കബ് ഈ ഒരു ഗാനമാണ് അദ്ദേഹം അതിനകത്ത് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വിജയ് സംസാരിച്ചതെന്നും ആ പാട്ടിനെക്കുറിച്ച്, ഇപ്പോൾ നമ്മൾ കണ്ട പാട്ടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ പശ്ചാത്തലം എവിടെയാണ്, എവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട്, അതിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിജയ് ജേക്കബ് സാറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ഡൊണാൾഡ് മാത്യു സാറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. വിജയ് സാർ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ കാണിച്ചൊരു പാട്ടാണ് ചെയ്തത്. ഡൊണാൾഡ് മാത്യു സാർ വേറെ 3 പാട്ടുകളാണ് ചെയ്തത്. പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഡിഫറൻസസ്, പണ്ട് നമുക്കധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കേട്ടൊരു പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള പാട്ടുകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വാസ്റ്റാണ്. നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. നമുക്ക് പല പല രീതികളായിട്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് അന്ന് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള വിജയ് ജേക്കബും പങ്കുവെച്ചത്. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുകയും ചെയ്തു. തനുജ, ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഒപ്പം അഭിനയിച്ചത് ഈ ബാലേന്ദ്രൻ പോലുള്ള, പി ബാലേന്ദ്രനെ പോലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ജോയി മാത്യുവിനെ പോലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പമാണ് തനുജ എന്ന് പറയുന്ന ഒരു പുതുമുഖ നായിക വരുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? അഭിനയത്തിൽ വളരെ ചുരുക്കി. ഈ പറഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഇത്രയും സീനിയറായിട്ടും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത്. ഇപ്പം പി ബാലചന്ദ്രൻ സാർ ആണെങ്കിലും, ജോയ് മാത്യു സാർ, ജോജു ചേട്ടൻ, അമിത് ചേട്ടൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട്ഫുൾ ആയിരുന്നു. എല്ലാവരും എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. എന്നെ കംഫർട്ടബിൾ ആക്കാനും എനിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും അവരൊക്കെ അവരുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാൻ. അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ട്രഷേർഡ് ആണ്. തനുജ, ഈ മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി വന്നതിന് വളരെയധികം നന്ദി. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.